ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയൊരു അധികാരമാറ്റത്തിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ തൻ്റെ പദവി രാജിവെക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. സംസ്ഥാന ഭരണത്തിൽ നിന്നും മാറി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എന്ന് പറയുമ്പോഴും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത രാഷ്ട്രീയ കുതന്ത്രജ്ഞനായ നിതീഷിനെ പൂട്ടാൻ BJPയുടെ ചരടുവലികളാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. 76 വയസ്സ് പിന്നിട്ട നിതീഷ് കുമാറിന് പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് ഭരണപരമായ നീക്കങ്ങൾക്ക് തടസ്സം നേരിടുന്നതും വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പും ഹിജാബ് അടക്കം വലിച്ചു കീറി താഴ്ത്തിയതടക്കമുള്ള പെരുമാറ്റ ദൂഷ്യവും സംസ്ഥാനത്തെ ആകെ കുഴയ്ക്കുന്ന അവസ്ഥയാണ് ബീഹാറിൽ നിലനിൽക്കുന്നത്. 2 പതിറ്റാണ്ട് കാലമാണ് നിതീഷ് കുമാർ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി നിലനിൽക്കുന്നത്. വികസന മുരടിപ്പും ഓർമ്മക്കുറവും അടക്കമുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നിതീഷിന് വീഴ്ചകൾ നേരിട്ടത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായിരുന്നു. പാർട്ടി നേതാക്കളുടെ പേരുകൾ പോലും തെറ്റായി ഉച്ചരിച്ചത് അടക്കം വലിയ വാർത്ത വന്നിരുന്നു. നിതീഷ് കുമാർ നയിക്കുന്ന പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ JDUവിൽ വലിയ ശൂന്യതയാണ് നേരിടുന്നത്. ഈ അവസരം മുതലാക്കി BJP ഇപ്പോൾ കരുക്കൾ നീക്കുന്നു എന്ന് വേണം കരുതാൻ. നിതീഷിനെ പൂർണ്ണമായി വിറപ്പിക്കാതെയും എന്നാൽ BJP ലക്ഷ്യം വെച്ച ബീഹാർ മുഖ്യമന്ത്രി പദം പിടിച്ചെടുക്കാനുമാണ് BJP തന്ത്രം മെനയുന്നത്. അതായത് BJP എല്ലായിടത്തും ചെയ്തതുപോലെ സഖ്യകക്ഷിയായി കൂടെ കൂട്ടി പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറി ആ പാർട്ടിയെ ദുർബലപ്പെടുത്തി അധികാരം പൂർണ്ണമായും കൈയടക്കുന്ന നയമാണ് ഇവിടെയും പ്രകടമാകുന്നത് എന്ന് വേണം കരുതാൻ. നിതീഷിൻ്റെ മകൻ നിഷാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് കുടിയിരുത്തി അച്ഛൻ്റെ വായടപ്പിക്കാനും നിതീഷിനെ രാജ്യസഭാ സീറ്റിൽ നിന്നും മത്സരിപ്പിച്ച് ഒരു MP സ്ഥാനത്ത് ഇരുത്തി ഒതുക്കാനുമാണ് BJPയുടെ ശ്രമം. പാർട്ടി കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നിഷാന്ത് കുമാർ. എന്നാൽ നിഷാന്തിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം BJP വെട്ടിത്തുറക്കുന്ന വഴിയിലൂടെയാണെങ്കിലും രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ചാണക്യനായ നിതീഷ് കുമാർ ഒരു പടി കൂടി മുന്നിലേക്ക് കയർ എറിഞ്ഞിടാനാണ് സാധ്യത. മകൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെ അദ്ദേഹം ഇങ്ങനെയാണ് കാണുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തൻ്റെ കാലം അതിക്രമിച്ചുവെന്ന് മനസ്സിലാക്കിയ JDUവിൻ്റെ അനിഷേധ്യനായ നേതാവ് മകനെ മുൻനിർത്തി കരുക്കൾ നീക്കുക എന്ന ലക്ഷ്യവും മുന്നിലുണ്ട്. നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മാറുമ്പോൾ ബീഹാർ മുഖ്യമന്ത്രി പദവി BJPക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്തെ ഭരണത്തിൽ BJPയുടെ നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുക കൂടി ചെയ്യും. ദീർഘകാലം സഖ്യത്തിലെ പ്രധാന പങ്കാളിയായിരുന്നിട്ടും നിതീഷ് കുമാർ നയിക്കുമ്പോൾ BJP പലപ്പോഴും 2ാം നിരയിൽ മാത്രമായിരുന്നു. ഇപ്പോഴത്തെ ഈ മാറ്റം BJPയുടെ സ്വാധീനം സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കപ്പെടാനാണ് സാധ്യത. ഇതുവരെ പൊതുരാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഈ ചുവടുവെപ്പ് നിതീഷിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഒരു പുതിയ തലമുറയുടെ ഉദയമായി വിലയിരുത്തപ്പെട്ടേക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPയിൽ നിന്ന് നിരവധി നേതാക്കളെയാണ് പരിഗണിക്കുന്നത്. നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്, പാട്നയിലെ ദിഘ MLA സഞ്ജീവ് ചൗരസ്യ എന്നിവർ സാധ്യതകളിൽ മുൻപന്തിയിലുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാമ്രാട്ട് ചൗധരിക്ക് സംസ്ഥാനത്ത് സ്വാധീനം ഏറെ ഉണ്ട് താനും. ചുരുക്കി പറഞ്ഞാൽ നിഷാന്ത് കുമാറിൻ്റെ വരവും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതയും ബീഹാർ BJPക്കകത്തൊരു പക്ഷേ കാർമേഘം ഉരുണ്ടു കൂടിയേക്കാം. അതുതന്നെയാണ് നിതീഷ് കുമാർ ലക്ഷ്യമിടുന്നതും. ഒരു രാഷ്ട്രീയ ശകുനിയായി പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുന്ന നിതീഷ് കുമാറിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നോർക്കണം, NDA സഖ്യകക്ഷിയായി നിൽക്കുന്ന JDU BJPയുമായി സ്വരച്ചേർച്ചകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുനട്ട BJPക്ക് പക്ഷേ തിരിച്ചടികൾ നൽകി തൻ്റെ 2 പതിറ്റാണ്ടിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ നിതീഷ് കുമാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തൻ്റെ ആധിപത്യം സംസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താനും മുന്നിട്ടിറങ്ങിയത് BJPക്ക് തിരിച്ചടിയായി മാറി. ഏതു വിധേനയും നിതീഷിനെ വരുതിയിൽ നിർത്തി സംസ്ഥാനത്ത് ഭരണം പിടിച്ചടക്കുക എന്ന BJPയുടെ തന്ത്രം ഇപ്പോൾ പ്രാവർത്തികമായി എന്നതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ് റായ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളത് പരക്കെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരിയുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആധിപത്യം BJPയിലേക്ക് മാറ്റപ്പെടും. എന്നാൽ രാഷ്ട്രീയ തന്ത്രം പയറ്റിത്തിളഞ്ഞ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മാറിയാലും മകനെ മുൻനിർത്തി സംസ്ഥാനം തൻ്റെ വരുതിയിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ അതുവഴി ബീഹാറിൽ ഒരു രാഷ്ട്രീയ വടംവലിക്ക് സാധ്യത വർദ്ധിക്കുകയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ.
എന്നാൽ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും നിതീഷിനെ നിഷ്കാസനാക്കുക എന്ന ലക്ഷ്യം BJP തന്ത്രപരമായി നടപ്പിൽ വരുത്തിയെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കാലമത്രയും ഒറ്റയ്ക്ക് നിന്ന് ബീഹാറിൻ്റെ മണ്ണിൽ താമര വിരിയിക്കാൻ ശ്രമിച്ച BJPക്ക് അവിടെ ഒരു ഇലയനക്കാൻ കഴിയാതെ ഇരുന്നിടത്താണ് JDU-BJP സഖ്യം കോർത്ത് നുഴഞ്ഞ് BJP കയറിയത്. ലാലു പ്രസാദ് യാദവിൻ്റെ മുന്നിൽ താൻ അടിപതറുമെന്ന് മനസ്സിലാക്കിയ ഇക്കാലത്ത് അധികാരം നിലനിർത്താൻ മാത്രമാണ് NDA സഖ്യത്തിനായി നിതീഷ് കുമാർ കൈകോർത്തത്. തുടർന്ന് ഈ അവസാനം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മര്യാദകളെ ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ അവഗണിച്ച് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ത്രീ വോട്ടർമാർക്ക് പണം നൽകിയതും SIR നടത്തിയ തിരിമറികളും വോട്ടർ പട്ടികയിൽ നടത്തിയ വോട്ട് തട്ടിപ്പും അടക്കം അപവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികൾ പാറ്റ്ന കോടതിയിൽ സമർപ്പിച്ച ഹർജികൾ ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ നീക്കം ബീഹാറിൽ നടക്കുന്നത്. ഇപ്പോൾ പഴയ ആവേശമോ കരുത്തോ ഇല്ല നിതീഷിന്. പ്രായാധിക്യത്തിൽ കാര്യങ്ങൾ കൈവഴുതി പോകുന്നു എന്ന അവസ്ഥയാണ്. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ശക്തി ആഭ്യന്തര വകുപ്പ് എന്നിരിക്കെ BJP അത് പിടിച്ചടക്കി. ചുരുക്കി പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ 2 കരങ്ങളും BJP വെട്ടിക്കളയുകയായിരുന്നു. ഇപ്പോൾ വെറും ദുർബലനായ മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷം നിതീഷിനെ മുദ്ര കുത്തിയിരിക്കുകയാണ്. BJPയിൽ നിന്നുള്ള 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ച് നിതീഷിൻ്റെ ഇടത്തും വലത്തും നിർത്തി. BJP നേതാവായ സ്പീക്കറും കൂടി ചേർന്നതോടെ സർക്കാർ BJPയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഭരണപരമായ ഉള്ള വെല്ലുവിളികൾ നിലനിൽക്കുമ്പോൾ തന്നെ തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നുമൊക്കെ ഏറെ സമ്മർദ്ദവും വെല്ലുവിളികളും നിതീഷ് കുമാറിനെ തൃശങ്കുവിൽ ആക്കുന്നുണ്ട്. ബീഹാറിലെ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ RJD നേതാവ് തേജസ്വി യാദവ് പറയുന്നത് BJP JDUവിനെയും നിതീഷ് കുമാറിനെയും ഹൈജാക്ക് ചെയ്തു എന്നാണ്. തൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം തിരിച്ചറിഞ്ഞ നിതീഷ് കുമാർ BJPക്ക് മുന്നിൽ JDUവിനെയും അടിയറവ് വെച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ ജനതയെ വഞ്ചിച്ച അദ്ദേഹം സ്വയം തലവെച്ച് കൊടുത്ത് ഇല്ലാതാവുകയാണെന്നും തേജസ്വി കൂട്ടിച്ചേർത്തു. ബീഹാറിൽ നിന്നുള്ള ആകെ 16 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണം ഏപ്രിൽ ഒഴിവ് വരും. അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാർച്ച് 16-ന് നടക്കും. അതിലേക്കാണ് നിതീഷ് ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കുന്നത്. എന്തായാലും വരും നാളുകളിൽ BJP ബീഹാർ ഭരിക്കുമ്പോൾ BJPക്കൊപ്പം നിന്ന് ഒറ്റയ്ക്ക് നിന്നും ബീഹാറിൻ്റെ 2 പതിറ്റാണ്ട് വാണരുളിയിരുന്ന നിതീഷ് യുഗത്തിനാണ് അന്ത്യം കുറിക്കുന്നത്. അതേസമയം JDU പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമാകുകയും ചെയ്യുകയാണ്. നിതീഷിനെ മാറ്റിയാൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നുള്ള അഭിപ്രായം അവിടെ ഉയരുന്നുണ്ട്. JDUവിനെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല ചെയ്യുമ്പോൾ നിതീഷ് തൻ്റെ അധികാരമോഹത്തിൻ്റെ പിന്നാലെ പോയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് JDU പ്രവർത്തകരും നേതാക്കളും പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.